ഹായ് ഹലോ അങ്ങനെ അത് ഈ അടുത്ത പ്ലേസിലോട്ട് പോവാണ്. അടുത്ത പ്ലേസ് എന്ന് പറഞ്ഞാൽ ഒരു അടിപൊളി സ്പോട്ടാട്ടോ. ആ ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു ഫീല് നമുക്ക് പോകുന്ന വഴിക്ക് മൊത്തമായിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ടായിരുന്നു. അപ്പം ഇതാണ് സ്ഥലം. ഇതിന് മുന്നേ വന്നവരാണെങ്കിൽ ഈ ഒരു എൻട്രൻസ് കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും സ്ഥലം ഏതാണെന്നുള്ളത്. കോയമ്പത്തൂരുള്ള ആദിയോഗിയുടെ അടുത്തേക്കാട്ടോ പോണത്. ഇതിന് മുന്നേ ഞാൻ പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ അന്ന് ഏർലി മോർണിംഗ് പോയതുകൊണ്ട് നൈറ്റ് അവിടെ ലൈറ്റ് ഷോ ഒക്കെ ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ടും അന്ന് അത് കാണാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ വൈകിട്ട് അവിടെ എത്തുന്ന രീതിയിൽ നമ്മൾ പോയത്. അങ്ങനെ ഒരു 5:30-6 മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മളവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. എത്തിയ സമയം മഴ ഇങ്ങനെ പെയ്യുന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ ശക്തിയായിട്ടുള്ള മഴയൊന്നുമല്ല. മഴ ഇങ്ങനെ പെയ്ത് തോരുന്നുണ്ടായിരുന്നു. പിന്നെ ആൾക്കാരാണെങ്കിൽ പല സ്ഥലത്തു നിന്നുള്ള എന്താ പറയുക ഒട്ടേറെ ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു. നല്ല തിരക്കും തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാലേ അവിടെ എത്തിയിട്ട് അത് എക്സ്പീരിയൻസ് ചെയ്താൽ മാത്രമേ മനസ്സിലാവൂ എത്രത്തോളം അടിപൊളിയായിരുന്നു എന്നുള്ളത്. പിന്നെ കാറ്റ് സഹിക്കാൻ പറ്റാത്ത കാറ്റായിരുന്നു. എന്നെയും കൂടി എടുത്തു കൊണ്ടുപോകുന്ന രീതിയിലുള്ള കാറ്റ് തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ആംബിയൻസ് കണ്ട ഫുള്ളും മഞ്ഞും മലയും ഒരു ചെറിയ തണുപ്പൊക്കെ ആയിട്ടില്ലേ, എന്താ പറയണ്ടേ, ഭയങ്കര രസമായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾ ആ ഒരു സമയത്ത് കുടയൊക്കെ ആകെ തുറന്നു പിടിച്ചിട്ട് അവരെയും കൊണ്ട് കാറ്റ് പോകുന്ന രീതിക്ക് തന്നെയായിരുന്നു. കാരണം കാറ്റ് എന്ന് പറഞ്ഞാൽ ശക്തിയായിട്ടുള്ള കാറ്റ് തന്നെയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ചായയൊക്കെ കുടിക്കാൻ പോവുകയാണ്. അപ്പം ചായൻ്റെ സ്ഥലത്തേക്ക് പോകുന്നതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ കുറേ നല്ല അടിപൊളി കാളക്കുട്ടന്മാരുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ ചായ കുടിക്കുകയാണ്. മസാലപ്പൂരി, പാനിപ്പൂരി, പാവ് ബജി, അതുപോലെ തന്നെ ആലു പൊറോട്ടയൊക്കെയാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ നമ്മളിനി ലൈറ്റ് ഷോ കാണേണ്ട പുറപ്പാടിലേക്കാണ്. പക്ഷേ എന്താ പറയണ്ടേ, അവിടെ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു 7 മണിക്ക് തുടങ്ങും, പക്ഷേങ്കിൽ മഴയാണെങ്കിൽ ലൈറ്റ് ഷോ ഉണ്ടാവത്തില്ല എന്ന്. അത് കേട്ടപ്പോൾ ആകെ സെഡായിരുന്നു കേട്ടോ. കാരണം ഇത്രയും ദൂരം നമ്മൾ പോയത് ഈ ഒരു ലൈറ്റ് ഷോ കണ്ടിട്ട് മാത്രമായിരുന്നു. പക്ഷേ അത് കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു ഡൗട്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, നമ്മൾ പ്രാർത്ഥിച്ച പോലെ തന്നെ ലൈറ്റ് ഷോ നമുക്ക് കാണാൻ പറ്റി. പക്ഷേ തുടങ്ങാൻ ഇത്തിരി ലേറ്റ് ആയിരുന്നു. 7:30 തുടങ്ങുമ്പോൾ ഒരു 15 മിനിറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ ഇത് സ്പീഡ് ഇട്ടിട്ടാണ്, അതുപോലെ തന്നെ എല്ലാം ഞാൻ ഈ വീഡിയോസിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. ചെറിയൊരു പോർഷൻ മാത്രമേ ഞാനിപ്പോൾ ഈ കാണിച്ചിട്ടുള്ളൂ. ലൈറ്റ് ഷോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണേണ്ട തന്നെയായിരുന്നു കേട്ടോ. നമ്മളത് കണ്ടിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു നഷ്ടബോധം തന്നെയായിരിക്കും ഉണ്ടായിരുന്നത്. അങ്ങനെ അതും കണ്ടു. അന്ന് നമ്മൾ രാത്രി അനിയൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു കോട്ടേഴ്സിലാണ് സ്റ്റേ ചെയ്തത്. അങ്ങനെ അതും കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം നമ്മൾ നാട്ടിലേക്ക് മടങ്ങും.